ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം എടുത്തിട്ടുണ്ട്, പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത്. ആദ്യം നമുക്ക് ഈ പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഞാൻ ഒരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര, ഏലക്കായ, ചെറിയ ജീരകം, പിന്നെ സ്വല്പം എള്ള്, പിന്നെ കരിഞ്ജീരകം വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത്, അത് തേങ്ങ കൊത്തി എടുത്തിട്ടില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിലേ ഇത് ഉരുക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും നമുക്കിതാ ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി, അതും തന്നെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാനാണ് ഇപ്പോൾ തിക്കായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ശർക്കരയ്ക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് ഞാൻ 2 പഴം അല്ലെങ്കിൽ ഒരു 1.5 പഴം, വലിയ പഴമാണെങ്കിൽ 1 ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1.5, ചെറിയതാണെങ്കിൽ 2 പഴം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ തന്നെ ശർക്കര പാനിയിൽ അരയ്ക്കാം. ഇനി ഇതിലേക്ക് ജീരകം ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാം. ആദ്യം ജീരകം ഇട്ട് കൊടുക്കാം, പിന്നെ നന്നായിട്ട് എള്ള് കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ. നല്ല തിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് ഒരു പ്രത്യേക പാകത്തിന് തിക്കായിട്ട് ഇരിക്കണം, അധികം ലൂസായിട്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ ഭയങ്കര തിക്കായിട്ടുണ്ടെങ്കിലും അപ്പം ഉണ്ണിയപ്പം നന്നാവില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ശർക്കരയിൽ ചിലപ്പോൾ ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒത്തിരി സമയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതാ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത്, ഈ ഏലക്കായ നേരത്തെ നമ്മൾ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചാൽ മതി, പക്ഷെ ഞാനത് മറന്നു പോയതുകൊണ്ട് ഇപ്പം ഞാൻ പൊടിച്ചിട്ട് ചേർക്കുകയാണ് ചെയ്തത്. ഇനി തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, അത് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി സെറ്റായിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരിവട്ടോ, മാവിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഉണ്ണിയപ്പ ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുമ്പോൾ. ഈ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. പിന്നെ പലരും ചിലപ്പോൾ നന്നാവാറില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഇത് നല്ല ഇരുമ്പിൻ്റെ അയണിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയോ പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ മാവ് കോരി ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ പാകത്തിനിങ്ങനെ സൈസായാലും പിന്നെ പൊങ്ങി വരുമ്പോഴും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല ഇങ്ങനെ ഉരുണ്ട ഷേപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിറയെ എണ്ണ ഒഴിക്കും വേണം. ചട്ടിയിൽ മുകളിൽ വരെ എണ്ണ ഒഴിക്കണം. ഇത് ഒത്തിരി എണ്ണ കുടിക്കുന്ന ടൈപ്പ് ഉണ്ണിയപ്പമൊന്നുമല്ല. ഇത് ചുട്ടൊക്കെ കഴിയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ എത്ര എണ്ണ ഒഴിച്ചു അതിൻ്റെ ഒരു 1/4 ഭാഗം ബാക്കി വരാറുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ അത് തന്നെ നല്ല തിരിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അടിഭാഗം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതറിയാത്തവർ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ
നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ടും നമ്മൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. കണ്ടോ ഇപ്പോൾ അത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല മീഡിയം ഫ്ലെയിമിൽ വേണം അത് ചെയ്യാൻ കേട്ടോ. ആദ്യം നല്ല ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് കിട്ടുള്ളൂ. നല്ല കണ്ടോ നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, ചില കുട്ടികൾ കഴിക്കില്ല. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. പിന്നെ കുറച്ചും വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 3 കപ്പ് അരി, വലിയ കപ്പിന് 3 കപ്പ് അരിക്ക് 1/2 കിലോ ശർക്കര, അതായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 പാളയംകോടൻ പഴം, വലിയ പഴമായതുകൊണ്ട് തന്നെ 2 വലിയ പഴമാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പഴം എന്തായാലും ചേർക്കണം കേട്ടോ. പഴം ചേർക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ്, പിന്നെ നല്ലൊരു മണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.